എക്സ്ട്രാ ടൈം വരെ നീണ്ട ഇന്നത്തെ അർജൻറ്റീന സ്വിറ്റ്സർലൻഡ് മാച്ചിനെ കുറിച്ച് ഒരു കാര്യം പറയാം. യഥാർത്ഥത്തിൽ അർജൻറ്റീനിയൻ ഫാനും അർജൻറ്റീന ടീമും നന്ദി പറയേണ്ടത് ആ ചുവപ്പ് കാർഡ് വാങ്ങിച്ച് എബോള പുറത്തു പോകാനുള്ള തീരുമാനമുണ്ടായ ദൈവമാണെങ്കിൽ ദൈവം, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി എബോളയാണെങ്കിൽ എബോള, അല്ലെങ്കിൽ ആരാണെന്ന് വെച്ചാൽ ആ നിമിഷത്തിനാണ് നന്ദി പറയേണ്ടത്. കാരണം അവിടെ മുതലാണ് ആ കളിയിൽ എന്തെങ്കിലും ഒരു സാന്നിധ്യം അർജൻറ്റീനയുടെ കണ്ടു തുടങ്ങുന്നത്. അതുവരെ കളിച്ച് സ്വന്തം ഗോളിക്ക് പന്ത് കൊടുക്കുന്ന ഉഡായിപ്പിക്കൽ കളിയാണ് കളിച്ചത്. അർജൻറ്റീനയോടുള്ള ഇഷ്ടത്തിന് കാരണം ഇന്നും ഇപ്പോഴും ഒന്നും തുടങ്ങിയതല്ല. ഇപ്പോഴാണല്ലോ വംശീയതയും ജാതിയും മതവും മറ്റ് താല്പര്യങ്ങളും അതും ഇതും എല്ലാം രംഗത്ത് വന്നത്. അതിനു മുമ്പേ മറഡോണയുടെ കാലം മുതൽ തുടങ്ങിയ ഇഷ്ടമാണ്. മെസ്സിയിലൂടെ അതങ്ങനെ നിലനിൽക്കുന്നു. ഇന്ന് 3-1 വിജയിച്ചത് ഈ എക്സ്ട്രാ ടൈമിലെ അവസാന പകുതിയിൽ അവസാന സമയത്ത് നേടിയ 2 ഗോളുകളുടെ പിൻബലത്തിലാണ്. എബോള കളത്തിൽ നിന്ന അത്രയും സമയം സ്വിറ്റ്സർലൻഡുകാർ തന്നെയാണ് പന്ത് കൈയടക്കം വെച്ചത്. മാച്ച് മൊമെൻറ്റം എടുത്ത് നോക്കിയാൽ ഏതാണ്ടൊരു 60-40 അല്ലെങ്കിൽ 70-30 എന്ന അനുപാതത്തിലായിരിക്കും. എന്ന് വെച്ചാൽ 60% പന്ത് ഹോൾഡ് ചെയ്തിരുന്നത് സ്വിറ്റ്സർലൻഡുകാരാണ്. സ്വിറ്റ്സർലൻഡുകാരുടെ പ്രതിരോധത്തിനടുത്തേക്കൊന്നും അർജൻറ്റീനിയൻ ഫോർവേഡുകൾക്ക് കയറാനേ പറ്റിയില്ല. ഇടയ്ക്ക് ചില നിമിഷങ്ങളിലൊക്കെ ഈ പ്രതിഭയുടെ മിന്നലാട്ടം എന്ന് പറയുന്നത് പോലെ ചില ഷോട്ടുകളിലൂടെ ലയണൽ മെസ്സി കാണിച്ചെങ്കിലും അതിനപ്പുറത്ത് ഒരു കുന്തവും ലയണൽ മെസ്സിക്ക് ചെയ്യാനും കഴിഞ്ഞില്ല. ചില ക്രോസുകളൊക്കെ നൽകി, ചില പാസുകൾ നൽകി എന്നതൊഴിച്ചാൽ ഒരുമാതിരി ബുള്ളറ്റ് കണക്കെയാണ് എബോള പന്ത് നിയന്ത്രിച്ച് പലപ്പോഴും ഈ അർജൻറ്റീനിയൻ ഗോൾ മുഖത്ത് തന്നെ കളി തുടർന്നുകൊണ്ടേയിരുന്നത്. എബോള രണ്ടാമത്തെ മഞ്ഞ കാർഡ് കണ്ട് റെഡായി പുറത്തു പോയതിന് ശേഷമാണ് പന്ത് അർജൻറ്റീനയ്ക്ക് ഒന്ന് ടച്ച് ചെയ്ത് കയ്യിൽ വെച്ച് കളിക്കാൻ കഴിഞ്ഞത്. കുറിയ പാസുകളിലൂടെ പിടിച്ച് ഞാനവൻ എന്നെ കെട്ടിയെന്ന് പറഞ്ഞതുപോലെ കൊടുത്ത് പുറകോട്ട് കൊടുത്ത് ഗോളിയുടെ കയ്യിൽ കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. പിന്നെ ഗോളിയുടെ മികവ് കൊണ്ട് 1-2 ഗോളുകളെങ്കിലും രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ചുരുക്കത്തിൽ ഇത്രയും വരെയൊക്കെ തട്ടിയും മുട്ടിയും വന്ന അർജൻറ്റീനയ്ക്ക് ഈ കളിയുമായി ഇനി മുന്നോട്ട് പോകാനാവില്ല. ഇംഗ്ലണ്ടിനെതിരെയൊക്കെ ഈ കളിയാണ് കെട്ടഴിക്കുന്നതെങ്കിൽ കെട്ടിക്കൊണ്ട് വളരെ വേഗത്തിൽ പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ കളിഭ്രാന്തെന്ന് പറയുന്നത് നമ്മൾ സാധാരണ അതിന് വേറെ ഘടകങ്ങളൊന്നുമില്ല. അതിന് പ്രത്യേകമായ ജാതിയോ മതമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ പേരിൽ ആരെയെങ്കിലും തിരസ്കരിക്കുകയോ ആരെയെങ്കിലും ചേർത്ത് പിടിക്കുകയോ ഒന്നും ചെയ്യുന്നത് ഒരു ന്യായവുമുള്ള സംഗതിയല്ല. അർജൻറ്റീനിയൻ സർക്കാർ വംശവെറിയുണ്ട്, വിദ്വേഷമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇവരിങ്ങനെ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ മറ്റവരങ്ങനെ പ്രാർത്ഥിക്കുന്നു, റൊണാൾഡോ ബിസ്മില്ല ചൊല്ലി, സല സുജൂദ് ചെയ്തു, ഈജിപ്ഷ്യൻ കോച്ച് ഫലസ്തീൻ്റെ കൊടിയെടുത്ത് പിടിച്ചു, പിന്നെ ലയണൽ മെസ്സി കുരിശു വരച്ചു എന്നൊക്കെ പറയുന്ന ഒന്നും കളിയുടെ ഇഷ്ടത്തിനോ അതിൻ്റെ ആരവത്തിനോ ഒന്നും പരിഹാരമല്ല, അതിനൊരു കാരണവുമല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇഷ്ടമെല്ലാം ഉള്ളതിനോടുകൂടി തന്നെ പറയുകയാണ്, ഇന്ന് 3 ഗോൾ വാങ്ങിച്ച് തിരിച്ചു പോയിരുന്നെങ്കിൽ യാതൊരു കുറ്റബോധവും വിഷമവും എനിക്ക് തോന്നില്ലായിരുന്നു. കാരണം എബോള കളത്തിൽ നിൽക്കുന്നത് വരെ അത്രമേൽ മനോഹരമായി ഡിഫൻസ് ക്രമീകരിച്ച് സ്വിറ്റ്സർലൻഡ് ശരിക്കും വെള്ളം കുടിപ്പിച്ചു. ലോക ചാമ്പ്യന്മാർ എന്നൊക്കെ പറയുന്നെങ്കിലും അതിൻ്റെ ഒരു നിഴൽ മാത്രമേ ഗ്രൗണ്ടിൽ കണ്ടുള്ളൂ എന്നതാണ് ഒരു പച്ചയായ സത്യം. 2 ഗോൾ അടിച്ചപ്പോൾ കളിക്കാരെക്കാൾ കൂടുതൽ ആശ്വാസം ഉണ്ടായത് ഫാൻസിനാണ്. കാരണം അവരേതാണ്ട് പണി മടക്കി അല്ലെങ്കിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുന്ന സ്ഥിതിയിലെത്തുമ്പോഴാണ് ഈ അവസാനത്തെ 2 ഗോൾ കിട്ടിയത്. അതുകൊണ്ട് കടച്ചിലായി എന്ന് പറഞ്ഞാൽ മതി.